ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ് ചിക്കൻ കൊണ്ടാട്ടം. ഏത് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ആദ്യമായി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ വറുക്കുവാൻ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം മസാല എല്ലായിടത്തും ആവുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഞാനിവിടെ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മറുഭാഗം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങൾ കൂടി ഇതുപോലെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള എണ്ണയിലേക്ക് 2 ഉണക്കമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക. 5-6 വെളുത്തുള്ളിയുടെ അല്ലി ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 10-15 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക.
നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ ഉള്ളി കുറച്ച് വലുതാക്കി ക്യൂബായി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വിഭവമായി വീണ്ടും കാണാം. ബൈ.